ഞാൻ വിചാരിച്ച് തെണ്ടാൻ പോയി കാണുമായിരിക്കും. എന്ത് പറ്റി? എന്താണ് ബാബു, ദേഷ്യത്തിലാണല്ലോ? അത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുന്നത്. നമ്മൾ എന്ത് ചെയ്തെന്നാണ് അമ്മൂമ്മ പറയുന്നത്? എന്ത് പറ്റി? ഭയങ്കര ദേഷ്യത്തിലാണല്ലോ. വാട്ട്സ് ദ മാറ്റർ ഡാർലിംഗ്? അങ്ങോട്ട് മാറി നിൽക്കി. കൂടുതൽ സ്വാതന്ത്ര്യം തരുന്ന ഈ കുഴപ്പങ്ങൾക്കൊക്കെ കാരണം എന്തോ വിഷയം? മോനെ, എന്റെ പൊന്നു മോനെ, മോനെങ്കിലും ഇതുങ്ങളെ ഒന്ന് ഉപദേശിച്ചൂടായോ? ഈ മുതുക്കനെ മുതുക്കിയ എന്റെ അമ്മമ്മ ഇവരൊക്കെ വലുതായി, ഇനി എന്തോന്ന് ഉപദേശിക്കാനാ? വലുതായതിന്റെ എല്ലാ കുഴപ്പങ്ങളും ഉണ്ട്. എന്താണ് പ്രശ്നം? ഒന്നുമില്ല. അങ്ങനെ പറഞ്ഞാ പറ്റൂലല്ലോ. വന്നപ്പോ തൊട്ട് കിടന്ന് ബഹളം വെച്ചോണ്ടിരിക്കുവാണ്. എനിക്ക് മനസ്സിലായില്ല എന്തോ കാര്യം. എന്തോ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. എന്റെ സ്ഥാനത്ത് നിങ്ങൾ നിൽക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ശരി. മനസ്സിലായോ? ഇല്ല. നിനക്ക് മനസ്സിലായോ? ഒട്ടുമില്ല. അമ്മൂമ്മ നിൽക്കണ സ്ഥാനത്ത് നമ്മൾ നിന്ന് എന്നിട്ട് നമുക്ക് മനസ്സിലായില്ല. ഇനി നമുക്ക് മനസ്സിലാവുന്ന പോലെ ഒന്ന് പറയൂ. കേട്ടോ, തർക്കുത്തരം പറയുന്ന കേട്ടോ. ഞാൻ ഒന്നും പറയുന്നില്ല. ഒന്നും ഇല്ലാഞ്ഞോണ്ടാണ് അമ്മൂമ്മ വഴക്കിടുന്നേ. എനിക്ക് പറയാനല്ലോ പറ്റൂ. അനുസരിക്കേണ്ടത് നിങ്ങളല്ലയോ? പാറു, ഇങ്ങ് വന്നേ. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇങ്ങ് വാ. എന്തുവാ? ദേ, അമ്മൂമ്മ ഒരു കാര്യം പറയാം. അമ്മൂമ്മ പറയുന്നത് കേട്ട് ജീവിച്ച മക്കൾക്ക് നല്ലതായിട്ട് ജീവിക്കാം. അമ്മ, ശരിക്കും എന്താണ് പ്രശ്നം? നാട്ടുകാര് പറയുന്നത് നമുക്ക് കേൾക്കാനല്ലേ പറ്റൂ. നമുക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. പറയാൻ പറ്റുമല്ലോ, തിരിച്ചു പറയണം. കൊച്ചുമക്കളെ കുറിച്ച് പറയുന്ന കേൾക്കുമ്പോഴേ നമുക്ക് വിഷമം വരുവാ. കൊച്ചുമക്കളെ പറ്റിയാണ്, മരുമക്കളെ പറ്റിയല്ല. അപ്പൊ നമ്മള് സേഫ് അല്ലേ? എന്തെങ്കിലും ആർക്കെങ്കിലും മനസ്സിലായോ? എനിക്ക് മനസ്സിലായില്ല. കൊച്ചുമക്കളെ പറ്റി നാട്ടുകാര് പറയുന്ന കേൾക്കുമ്പോ വിഷമാവുന്നു. എനിക്ക് എന്തൊക്കെയോ മനസ്സിലാവുണ്ടോ എന്നൊരു ഡൗട്ടില്ലതില്ല. ബാ, നീ വാടാ. ഇങ്ങ് വാ ഇങ്ങോട്ട്. എന്നതായിരിക്കും കാര്യം? നമ്മളെ കൊച്ചു കുട്ടികൾ അറിയേണ്ട കാര്യമായിരിക്കത്തില്ല. എങ്കിൽ പിന്നെ നമുക്ക് കളിച്ചാലോ?